പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് സർക്കാർ നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് ഹൈക്കോടതി. നടപടിക്രമങ്ങൾ പാലിച്ച് പുതിയ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഈ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി വലിയ വിവാദ വിഷയമായതാണ്. വലിയ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഈ കാര്യങ്ങളിൽ സർക്കാർ നൽകിയിരിക്കുന്ന അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. എന്താണ് ഈ ഒയാസിസ് കമ്പനിക്ക് നൽകിയ അനുമതി റദ്ദാക്കാൻ ഇടയാക്കിയ സാഹചര്യം? കോടതി എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത്? ബ്രൂവറിക്കെതിരെ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾ പാലക്കാട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എലപ്പുള്ളി പഞ്ചായത്ത് അതിന് നേതൃത്വം നൽകിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികൾ ഈ ബ്രൂവറിക്കെതിരെ ഹൈക്കോടതിയിലേക്ക് വന്നത്. അതിന്മേലാണ് ഇന്നിപ്പോൾ വിധി ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ബ്രൂവറിക്ക് അനുമതി നൽകിയത്. മറ്റൊന്ന്, പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ളൊരു മേഖലയാണ്, കുടിവെള്ള പ്രശ്നങ്ങൾ ധാരാളമുള്ള പ്രശ്നമാണ്. അത്തരത്തിലുള്ള പഠനങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഏകദേശം ഒരു 50ഓളം വരുന്ന പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതിക്ക് മുമ്പാകെ ഉണ്ടായിരുന്നു. ആ ഹർജികളിലെല്ലാം പൊതുവായി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇങ്ങനെയാണ്. ജലക്ഷാമം നേരിടുന്ന എലപ്പുള്ളിയിൽ ഇത്ര വലിയൊരു പ്ലാന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രദേശം ഒന്നാകെ മരുഭൂമിയായി പോകാനുള്ള സാധ്യതയുണ്ട്. ഭൂഗർഭജലം വറ്റുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കും. പ്ലാന്റ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലാണെന്ന് കാണിച്ചാണ് അനുമതി വാങ്ങിയതെങ്കിലും എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതായത് കഞ്ചിക്കോടാണ് എന്ന് പറഞ്ഞ് അനുമതി മേടിച്ചിട്ട് പിന്നീട് എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നതും അതും നിലനിൽക്കില്ല, അല്ലെങ്കിൽ അതും തെറ്റായ നടപടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഹർജിയിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി മുഖവിലക്കെടുക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ബ്രൂവറിക്ക് ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി റദ്ദ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ജസ്റ്റിസ് സതീഷ് നൈനാൻ, അതോടൊപ്പം തന്നെ പി കൃഷ്ണകുമാർ എന്നിവരുടെ ബെഞ്ച് തയ്യാറായത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതി പറഞ്ഞത്, വിശദമായ പഠനം നടത്തി ചട്ടങ്ങൾ പാലിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് അനുമതി കൊടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാരിന് വീണ്ടും തീരുമാനമെടുക്കാമെന്ന് കൂടി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.